അന്നും ഷാഹിന കുളിച്ചൊരുങ്ങി. അതെ, ഇന്നും അവളെ പെണ്ണ് കാണാൻ വരികയാണ് ഒരു കൂട്ടർ. അതെ മോളെ, നല്ലോണം പൗഡർ ഇട്ടോ, അല്ലാഞ്ഞാൽ അന്നെ ഇന്നും അവർ കണ്ട് മടങ്ങിപ്പോകും. എൻ്റെ കറുപ്പ് കൊണ്ടാണ് ഇപ്പോൾ മനുഷ്യൻ ഇടങ്ങാറായത്. എൻ്റെ അനിയത്തിമാരൊക്കെ അവിടെ പുര നിറഞ്ഞു നിൽക്കുകയാണ്. നിൻ്റെ ഈ കറുപ്പ് കൊണ്ട് മറ്റേറ്റുങ്ങളെ കല്യാണം നടക്കും തോന്നില്ല. ഏതായാലും വല്ലാത്തൊരവസ്ഥ തന്നെ. ഉമ്മ അന്നും അവളോട് അത് പറഞ്ഞു. എന്നാൽ അവൾ അന്നും കണ്ണീരൊഴുക്കി. അതെ, ആരൊക്കെ തന്നെ കാണാൻ വന്നാലും തന്നെ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നും പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ഉമ്മ ഇടയ്ക്കിടെ പറയും കറുപ്പിൻ്റെ കാര്യം. കറുത്ത് നിന്നെ പറ്റിയതുകൊണ്ട് അനിയത്തിമാർക്കൊന്നും കല്യാണം കഴിച്ച് പോകാനുള്ള വിധി ഉണ്ടാവും തോന്നില്ല. ഏത് സമയത്താണ് ഇങ്ങനൊരു പെണ്ണിനെ എനിക്ക് പ്രസവിക്കാൻ തോന്നിയത് ആവോ. ഏതായാലും വല്ലാത്തൊരു കറുപ്പ് തന്നെയാണ് നീയെ. ഒരു ചെറിയ രീതി എന്നൊരു ജാതി കറുപ്പാണ്. എത്ര മേക്കപ്പ് ഇട്ടാലും എന്തായാലും അതങ്ങ് തെളിഞ്ഞ് കാണും. വേഗം കൊണ്ടേ കൊടുത്തൂടെ ചായ. അതെ, പെണ്ണ് കാണാൻ ആളെത്തി. ഉമ്മ പ്രാഗി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ ചായ കൊടുത്തു. എന്നാൽ അന്നും അവൾ ചായ കൊടുത്തു. അവളുടെ മുഖത്തേക്ക് ഒരു നോട്ടം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അവർ ചായ പോലും വാങ്ങാതെ ആ ഞങ്ങൾ പിന്നെ വരാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലേക്ക്. അന്നടെ ആർക്കാ പറ്റുക? എത്ര എണ്ണം കാണാൻ വന്നു, ഒറ്റൊന്നും പറ്റണില്ലല്ലോ. ഇനി ഒരു പണിയുണ്ട്, ഈ അവിടെ നിൽക്ക്. ഈ ഇവിടെ വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ നിന്നോ. എൻ്റെ അനിയത്തിമാരുണ്ട്, നല്ല വെളുത്ത് തുടുത്ത പെൺകുട്ടികൾ. ഓലെ കാണിച്ചു കൊടുത്താലേ കൊത്തി കൊണ്ടുപോകും ആൾക്കാർ. ഞാൻ മറച്ച് വെച്ച് നിൽക്കുകയാണ്. ഇനി ഈ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അനിയത്തിമാരെ കല്യാണം അവരെ കണ്ടാൽ ചോദിക്കുമെന്ന് കരുതിയിട്ട് ഇനി ആവൂല. അതേ, നിങ്ങൾ വലിയ മോളെ മാത്രം കരുതി ജീവിച്ചാൽ പോരാ. നിങ്ങൾക്ക് താഴെ 2-3 പെൺകുട്ടികളുണ്ട്. ആ കാര്യങ്ങൾ ഓർക്കണില്ല. അവരും കല്യാണപ്രായം അയക്കണേ. നീ എന്തായി പറയുന്നത്? മൂത്തോളിരിക്കുമ്പോൾ അനിയത്തിമാരെ കെട്ടിക്കണത് എങ്ങനെയാണ്? അത് പറഞ്ഞിട്ടോ ഓളെ കല്യാണമൊന്നും ശരിയാവില്ല. ഈ കറുമ്പിൻ്റെ കല്യാണം എവിടുന്ന് ശരിയാകാനാ? നീ അങ്ങനെയൊന്നും പറയല്ല അവളുടെ മുമ്പിൽ വെച്ച്. കാരണം അവൾ നമ്മളെ മോളെന്നല്ലേ. എന്താ ചെയ്യുക, കളർ അങ്ങനെ ആയിപ്പോയിന്ന് കരുതിയിട്ട് അവളെങ്ങനെ ചീത്ത പറയാൻ പാടുണ്ടോ? എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് വിഷമാണ്. ആ പിതാവ് സങ്കടപ്പെട്ടു. അതേ, നിങ്ങൾക്ക് ഒരു കുട്ടി മാത്രമല്ല, ബാക്കിയുണ്ട് താഴെ പെൺകുട്ടികൾ. അവരെ കാര്യമുണ്ട് നോക്കി തുടങ്ങുക. അവളവിടെ ഇരിക്കട്ടെ, വീട്ടിൽ ജോലിക്ക് ഏതായാലും ഒരാൾ ഉണ്ടായിക്കോട്ടെ. നമ്മളടുത്ത് ഒരാൾ ഉണ്ടായിക്കോട്ടെ, വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ. അല്ലാതിപ്പോൾ എല്ലാവരും കെട്ടിച്ച് വെള്ളം നടക്കൂലല്ലോ. അങ്ങനെ ഇത് മനമില്ലാ മനസ്സോടെ ഉപ്പ അനിയത്തിമാർക്കെല്ലാം വിവാഹം കൊണ്ടുവന്നു. 2 അനിയത്തിമാരുടെ കല്യാണവും പെട്ടെന്ന് തന്നെ ശരിയായി. കാരണം അവർ തൊലിവെളുപ്പുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അധികമൊന്നും കാണാൻ വരാതെ അവരുടെ വിവാഹം നടന്നു. എന്നാൽ പാവം ഷാഹിന ഉമ്മയോട് പറഞ്ഞിരുന്നു, ഉമ്മ ഇനി എൻ്റെ കല്യാണം നോക്കണ്ട, അനിയത്തിമാരുടെ നോക്കിക്കോളി. അവർക്കും വേണ്ട ഒരു ജീവിതം. എനിക്ക് ഏതായാലും നല്ല ജീവിതമൊന്നും ഉണ്ടാവില്ല. എന്തായാലും അവളുടെ സമ്മതത്തിനനുസരിച്ച് അനിയത്തിമാരെ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചു. പക്ഷേ ഉപ്പാക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. എനിക്ക് ഉറക്കല്ല എൻ്റെ കുട്ടിയുടെ സ്ഥിതി ആലോചിച്ചിട്ട്. അനിയത്തിമാരൊക്കെ വിവാഹം കഴിച്ചു പോയി. ഇനിയിപ്പോൾ ഇവളെ വീട്ടിലിങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ എനിക്ക് പ്രയാസമാണ്. നമ്മളെ കാലം കഴിഞ്ഞ് എൻ്റെ കുട്ടി ആരെ നോക്കാണ്ടാകുക? ആ പിതാവ് കരഞ്ഞു പറയുന്നു. എന്നാൽ ഉമ്മ പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട് ഒരാളെ പടക്കൂലല്ലോ. ഉമ്മയുടെ ആശ്വാസവാക്കുകൾ. എന്നാൽ അതാ ഒരു ദിവസം ഒരു ബ്രോക്കർ വിളിക്കുന്നു ഉപ്പാക്ക്. ഹലോ, പിന്നെ ഷാഹിനാനെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. എന്നാൽ ബ്രോക്കറോട് അദ്ദേഹം പറഞ്ഞു, എന്തിനാ എൻ്റെ കുട്ടീനെ എന്നെയും വിഷമിപ്പിക്കണേ? എത്ര ആളുകളുടെ മുമ്പിലേക്കാ ചായയും വെള്ളമായിട്ട് എൻ്റെ കുട്ടി പോയത്? ഒരാൾക്കും ഓളെ പറ്റുന്നില്ലല്ലോ. ഓള് കൊടുത്ത ചായ പോലും പലരും കുടിക്കാതെ നീച്ചു പോണത്. എത്ര വിഷമിക്കും എൻ്റെ കുട്ടി. പാവല്ല എൻ്റെ മോള്. പൊന്നാര കുഞ്ഞിക്കാതറേ, ഈ വിഷമിക്കല്ലേ. പിന്നെ എന്തായാലും ഇത് പറ്റാണ്ടിരിക്കൂല. അതെന്താ? അതെ, ഞാനൊരു കാര്യം പറയാം. ചെക്കന് കാഴ്ചയില്ലാത്ത ചെക്കനാണ്. ഒരു നിമിഷം ആ പിതാവ് ഞെട്ടി. എന്ത്? കാഴ്ചയില്ലാത്ത പുതിയാപ്പിളിനെ കൊണ്ടാണോ എൻ്റെ മോളെ കെട്ടിക്കുന്നത്? എന്താ ഈ പറയുന്നത്? പിന്നെ എന്താടാ ചെയ്യുക? കണ്ണിന് കാഴ്ചയുള്ള ഒരാൾക്കും എൻ്റെ പെണ്ണിനെ ഇഷ്ടപ്പെടണില്ല. അപ്പോൾ കാഴ്ച ഇല്ലാത്തത് നോക്കല്ലേ നല്ലത്. ഇതേ അത്യാവശ്യം സ്വത്തും സമ്പത്തും ഒക്കെ ഉള്ള ആൾക്കാരാണ്. നല്ല വലിയ ടീമാണ്.
കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത് ജന്മനുള്ള കാഴ്ചക്കുറവൊന്നുമല്ല, അതൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ് ചെറുപ്പത്തിൽ. എന്ന് വെച്ചാൽ 10-21 വയസ്സിലൊക്കെ ആണ്. നല്ല ചെക്കനായിരുന്നു, നല്ല ജോലിയും കാര്യവും എല്ലാം ഉള്ള ചെക്കൻ. എന്താ ചെയ്യുക, ആക്സിഡൻറ്റിൽ പറ്റിപ്പോയി. കണ്ണിന് കാഴ്ച രണ്ട് തലക്കായിരുന്നു പറ്റിയത്. രണ്ട് കണ്ണിൻ്റെ കാഴ്ചയും ഒക്കെ നഷ്ടപ്പെട്ട് അവൻ അങ്ങനെയാണ്. എന്നാൽ ആ പിതാവ് കരഞ്ഞു. എങ്ങനെയാടാ എൻ്റെ മോളോട് ഞാൻ പറയാം, കറുപ്പാണെന്ന് കരുതിയിട്ട് അവളെ കാഴ്ചയില്ലാത്തവനെ കൊണ്ട് കെട്ടിക്കാന്നൊക്കെ പറയുമ്പോൾ ഒരു ക്രൂരനായ പിതാവായി പോവില്ലേ ഞാൻ? എൻ്റെ പൊന്നു കുഞ്ഞിക്കാതറേ, ഈ ആലോചിച്ചിട്ട് മതി. മോളോട് ചോദിച്ച് ആലോചിച്ചിട്ട് മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നാളെ ഞങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ കൂടെ പെണ്ണുങ്ങളും ഉണ്ടാവും കേട്ടോ. ഒരു പെങ്ങളും ഉണ്ട്, ഉമ്മയുണ്ട്. ഉപ്പ മരിച്ചു പോയിക്കണേ. ഓ തന്നെ, എനിക്ക് എങ്ങനെ ഞാൻ എൻ്റെ മോളോട് ചോദിക്കാം? എന്നാൽ ആ രാത്രി ആ പിതാവിന് ഉറക്കമുണ്ടായില്ല. ആ പിതാവ് പിറ്റേന്ന് തൻ്റെ മകളോട് ഇതെങ്ങനെ ചോദിക്കുമെന്നതിനെ കുറിച്ചായിരുന്നു. കാരണം അനിയത്തിമാരെ കെട്ടിച്ചതൊക്കെ നല്ല സുന്ദരന്മാരായ ജോലിക്കാർ. എന്നാൽ എൻ്റെ പൊന്നുമോൾക്ക് മാത്രം കണ്ണില്ലാത്ത ആള്, അതെങ്ങനെ അവളോട് പറയുമെന്നുള്ള വിഷമത്തിലായിരുന്നു അദ്ദേഹം. ഭാര്യയോട് കാര്യം പറഞ്ഞു. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക നമ്മൾ മോളെ? ഇവിടെ ഇങ്ങനെ വിത്തിന് വെച്ചാൽ പറ്റുമോ? കണ്ണൊട്ടന്മാരായാലും ഇപ്പം എന്താ, ചെവി കേൾക്കാത്തപോലെ കണ്ണ് പൊട്ടന്മാർ, കൈയും കാലും ഇല്ലാത്തവരൊക്കെ എത്ര ആളെ കല്യാണം കഴിച്ച് പോണേ. കുഴഞ്ഞു കിടക്കുന്ന ആൾക്കാർ വരെ കല്യാണം കഴിക്കണേ. ഇതിപ്പോൾ കണ്ണില്ലാത്ത ഒരു കുട്ടിയല്ലേ. കണ്ണിനുള്ള കുഴപ്പമില്ലോ, കയ്യും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ, അതിനിപ്പോൾ എന്താ? അത് മതി. അല്ല, ഞാൻ ചോദിക്കട്ടെ എൻ്റെ മോളോട് അതിനനുസരിച്ച്. എന്നാൽ അതാ അന്ന് രാവിലെ പാവം ആ പെണ്ണ് അടുക്കളയിലെ ജോലികളെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഉപ്പ അങ്ങോട്ട് വന്നു. മോളെ ഷാഹിന. എന്ത് ബാപ്പ, ഇപ്പം തിരച്ചായിട്ടോ? അല്ല മോളെ, ബാപ്പാൻ്റെ കുട്ടീനോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്ത് ബാപ്പ? ബാപ്പാൻ്റെ കുട്ടിക്ക് ഒരു വിവാഹാലോചന കൂടി വന്നിട്ടുണ്ട്. ബാപ്പ എന്തിനാണ് വെറുതെ? എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല ബാപ്പ. ആർക്കും എന്നെ ഇഷ്ടപ്പെടില്ല. എന്നെ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. മോളെ, നിന്നെ കണ്ടാലല്ല ഇഷ്ടപ്പെടാത്തത്, നിന്നെ കണ്ടില്ലെങ്കിലോ? ഒരു നിമിഷം ഷാഹിന് ഞെട്ടി. എന്താ ബാപ്പ പറഞ്ഞത്? മോളെ, അതെ, കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരാൾ എൻ്റെ കുട്ടിയെ കാണാൻ വരുന്നുണ്ട്. എന്നാൽ അത് കേട്ടപ്പോൾ ഷാഹിന ഒന്നും മിണ്ടിയില്ല. എന്താ മോളെ എൻ്റെ കുട്ടിയുടെ അഭിപ്രായം? എന്നാൽ അവൾ മനസ്സിൽ സന്തോഷിക്കുകയായിരുന്നു ചെയ്തത്. കാരണം കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് എന്നെ കാണില്ലല്ലോ എന്നായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത. മോളെ, മോൾക്ക് സമ്മതമാണെങ്കിൽ ബാപ്പ എനിക്ക് സമ്മതമാണ്, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മോളെ, കാഴ്ചയില്ലാത്ത ആളാണ് കേട്ടോ. ബാപ്പ എനിക്ക് കുഴപ്പമില്ല, കാഴ്ചയില്ല അതായി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്നെ കാണുന്നില്ല, എന്നെ കാണുമ്പോഴല്ലേ, എന്നെ കാണുന്നവരല്ലേ എന്നെ പറ്റാതെ പോകുന്നത്. കാഴ്ചയില്ലാത്തത് കൊണ്ട് പ്രശ്നമില്ലല്ലോ. അങ്ങനെ അതാ അവളെ കാണുവാൻ വേണ്ടി അവരെത്തുന്നു. അവളുടെ സമ്മതപ്രകാരം അതെ, ചെക്കൻ കൂളിംഗ് ഗ്ലാസ് ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഉമ്മയും പെങ്ങളും ഉണ്ട് അവനെ ഇടയ്ക്കൊക്കെ ഒന്ന് പിടിക്കാനൊക്കെ. കൂടെ ബ്രോക്കറുണ്ട്. ഉമ്മയും പെങ്ങളും അതാ അവളെ കണ്ട പാടെ തന്നെ മുഖം ചൊളിച്ചു. അയ്യേ, ഇത്രമാത്രം കറുപ്പുണ്ട് പെണ്ണ്, ഛേ. എന്നാൽ അവനൊന്നും കാണാൻ വയ്യല്ലോ. അതുകൊണ്ട് തന്നെ കണ്ണില്ലാത്ത അവനിപ്പോൾ ഏത് പെണ്ണിനെ കിട്ടും? കണ്ണിന് കാഴ്ചയൊന്നുമില്ലല്ലോ, ഓൻക്കതന്നെ മതി, ഓൻ കാണണമെന്നില്ലല്ലോ. എന്തായാലും ഇതങ്ങോട്ട് ഉറപ്പിക്കാം. അങ്ങനെ അതാ ഷാഹിനെ ഇഷ്ടപ്പെട്ടു. വൈകാതെ തന്നെ കല്യാണം കഴിഞ്ഞു. ഷാഹിനെ വീട്ടിലെത്തി. ഉമ്മാക്കും പെങ്ങൾക്കും വല്ലാത്തൊരു നാണക്കേട്. നമ്മൾ ഇത്രയും സൗന്ദര്യമുള്ള ആൾക്കാർ, ഓനെ കാണാൻ തന്നെ എന്തൊരു സൗന്ദര്യ. ഇത്രയും കറുകറുത്തൊരു പെണ്ണിന് വേണ്ടിയില്ലായിരുന്നു അല്ലേ ഉമ്മ? മോളെ, അടുക്കളക്കാരികൾക്ക് സഹായിക്കാൻ ഒരാളുണ്ടായിക്കോളും. ഓനേതായാലും കണ്ണില്ലാത്ത ആളാണ്. ഓനിപ്പോൾ നമ്മൾ എന്ത് കാട്ടിയാലും അറിയില്ലല്ലോ. തൽക്കാലം ഇവിടെ നിന്നോട്ടെ, വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാലോ ഓളെ കൊണ്ട്. കണ്ണില്ലാത്ത ആ പൊട്ടന് ഇതന്നെ നടക്കുള്ളൂ. എന്നാൽ അത് അവൾ കേൾക്കുന്നു. ശരിക്കും അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. അതെ, ഭർത്താവിൻ്റെ ഉമ്മ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. എന്നാൽ കൂടെ പെങ്ങളും. ഇങ്ങനൊരു കാക്കക്കുറുമ്പിയെ ഞാൻ കണ്ടിട്ടില്ല അല്ലേ ഉമ്മ? എന്താ ചെയ്യുക, ആങ്ങളുടെ കണ്ണ് നഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ കറുമ്പികളൊക്കെ കെട്ടിക്കൊണ്ടുവരേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇവിടേക്ക് ലോകസുന്ദരി വരേണ്ടതായിരുന്നു. നാത്തൂൻ്റെയും ഉമ്മയുടെയും ആ ഒരു
കുറ്റപ്പെടുത്തിയുള്ള സംസാരം കേട്ട് പാവം ആ പെണ്ണ് വിഷമിച്ചു. എന്നാൽ അതാ അവൾ ഭർത്താവിൻ്റെ അരികിലേക്ക് ചെന്നു. അതെ, അദ്ദേഹം ആ കണ്ണട ഊരുന്നേയില്ല. അവൾ ശരിക്കും അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. നല്ല രീതിയിൽ അയാളെ പരിചരിച്ചു. എങ്കിലും അയാളുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു പെരുമാറ്റം അത് കാണുമ്പോൾ തന്നെ അവൾക്ക് സന്തോഷമായി. രാവിലെ അടുക്കളയിലെത്തും അവൾ. വീട്ടുജോലികളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ചെയ്യും. വീട്ടുകാർക്കുള്ള കാര്യങ്ങളെല്ലാം അവൾ ചെയ്തു കൊടുക്കും. എന്നാൽ ഉമ്മയും പെങ്ങളും പറയും, കറുമ്പിയാണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നാണക്കേടാണ്, എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റൂല, ഇവിടെ തന്നെ നിർത്തണം, വേലക്കാരത്തിൽ നിന്ന് തന്നെ പറഞ്ഞാൽ മതി, ഒരിക്കലും അവൻ്റെ ഭാര്യയെന്ന് പറയുകയേ വേണ്ട. എന്നാൽ ഇതെല്ലാം അവൾ കേൾക്കുമ്പോൾ അവളുടെ മനസ്സ് പിടയുമായിരുന്നു. എങ്കിലും അവൾ അവിടെ തന്നെ കഴിഞ്ഞു. കാരണം വീട്ടിലെത്തിയാൽ ഉപ്പാക്ക് വല്ലാത്ത സങ്കടമാണ് എൻ്റെ കാര്യം. ഇവിടെ എത്രയൊക്കെ തന്നെ വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചാലും അതെ, തന്നെ സ്നേഹിക്കുന്നൊരു ഭർത്താവുണ്ടല്ലോ, അന്ധനായ കണ്ണിന് കാഴ്ചയില്ലാത്ത അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ജീവിക്കും മരിക്കുവോളം. അയാളോട് അവൾക്ക് ഒത്തിരി സ്നേഹമായിരുന്നു. പാവം, അയാൾ കൂടുതലൊന്നും സംസാരിച്ചില്ലെങ്കിലും അവളോട് എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അതാ ആ വീട്ടിൽ ഭർത്താവിൻ്റെ ഉമ്മ സൈനബയുടെ കരച്ചിലാണ് കേട്ടത്. എൻ്റെ മാല പോയേ, കാണുന്നില്ലേ, എവിടെയാണാവോ? എന്നാൽ എല്ലാവരും ഓടിയെത്തി. എവിടെ ഉമ്മ മാല വെച്ചത്? ഞാൻ ഇവിടെ എൻ്റെ റൂമിലെ അലമാരയിൽ വെച്ചതായിരുന്നു. 9 പവൻ്റെ മാലയാണത്. ഞാനതൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇടാൻ വേണ്ടി വെച്ചതായിരുന്നു. അത് കാണുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉമ്മ, എല്ലാം ശരിക്കും നോക്കിക്കോളി. ഞാൻ പറഞ്ഞില്ലേ, വല്ലവരെയൊക്കെ വിളിച്ച് അകത്തിരുത്തിയാലേ കുറച്ച് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നേ. അല്ലെങ്കിലും എന്ത് കരുതിയിട്ടാ, നമ്മളെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ളൊരു പെൺകുട്ടികളൊക്കെ വേണ്ടേ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ? വല്ല പിച്ചക്കാരുടെയും മക്കളൊക്കെ കയറ്റിക്കൊണ്ടുവന്നാലേ നല്ലോണം ശ്രദ്ധ വേണ്ടിരും, നല്ലോണം കക്കും അവർ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അത് കേട്ട ഷാഹിന വിതുമ്പിപ്പോയി. റബ്ബേ, ഞാൻ ഒരിക്കൽ പോലും ഒരാളുടെയും മുതൽ എടുത്തിട്ടില്ല, ഒരാളുടെയും സ്വർണം ഞാൻ എടുത്തിട്ടില്ല, പിന്നെ എന്താ എൻ്റെ പേരിൽ പറയുന്നത്? ഞങ്ങൾ പിച്ചക്കാരോ? എൻ്റെ ബാപ്പ അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഞങ്ങൾ കഴിക്കുന്നത്, അല്ലാതെ ഒരാളുടെയും മുമ്പിൽ കൈ നീട്ടിയിട്ടല്ല. അവൾ സങ്കടപ്പെട്ടു. ഉമ്മയുടെയും പെങ്ങളുടെയും നിരന്തരമുള്ള കളിയാക്കലും എല്ലാം കേട്ട് അവൾക്കാകെ വിഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉമ്മയുടെ മാല കാണാനില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളവുമാണ്. ഉമ്മ, നല്ലോണം നോക്കിക്കോളി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിക്കും ശ്രദ്ധിച്ചെടുത്ത് വെച്ചോളിന്ന്. ഇപ്പൊ എന്തായി? വീട് ഒന്നായിട്ട് തട്ടിക്കൊട്ടി നോക്കന്നെ, എല്ലാ റൂമും പരിശോധിക്കണം. എന്നാൽ പെങ്ങൾ അതിനു വേണ്ടി മുൻകൈ എടുത്തു. അവൾ ഓരോ റൂമുകളും ചെക്ക് ചെയ്യുന്ന പോലെ അഭിനയിച്ചു. ഇനിയിപ്പോ ഇവരെ റൂമായിട്ട് ചെക്ക് ചെയ്യാതിരിക്കണ്ടല്ലോ, പറയാൻ പറ്റില്ലല്ലോ ഏതൊക്കെയെന്ന്. ശരിക്കും അതാ അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആ റൂമിൻ്റെ വാതിൽ തുറന്നു അലമാരയും ഷെൽഫുമെല്ലാം നോക്കി. പറയാൻ പറ്റില്ല. അങ്ങനെ അവൾ ബെഡ് പൊന്തിച്ചു നോക്കി. പെട്ടെന്ന് അത് കണ്ടവൾ ഞെട്ടി. ഉമ്മാ, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മാല ഇതാ ഉമ്മ ഇവരുടെ ബെഡിൻ്റെ ചോട്ടിൽ. ഇത് എങ്ങനെ വന്നു? പറയടി ഷാഹിന, നീ കള്ളത്തിയാണല്ലേ? നീ എനിക്കപ്പോഴേ ഉറപ്പുണ്ട്, പാവപ്പെട്ട് വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നാൽ അവരൊന്നിനും മടിക്കൂലാന്ന്. അവർ മോഷ്ടിക്കാനൊന്നും മടിക്കൂല, ദരിദ്രവാസികളല്ലേ. ഉമ്മ ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങൾ 9 പവൻ്റെ മാല ഇത് എവിടെ മോളെ? പഠിച്ചോനെ, ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണോ? പെണ്ണെ, സത്യം പറ ഷാഹിന, നീ എന്ന് മുതൽ മോഷ്ടിക്കാൻ തുടങ്ങിയത്? ഇങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാം നീ മോഷ്ടിക്കുമല്ലോ. നിന്നെ വേഗം പുറത്താക്കണം കേട്ടോ ഇവിടുന്ന്. ഉമ്മ, ഇനി ഇവിടെ നിർത്താൻ പറ്റൂല, വേഗം പോലീസിൽ ഏൽപ്പിക്കണം. ഇത്രക്കും വലിയ കള്ളത്തരം ചെയ്ത ഇത്താത്ത, ഞാൻ ഒരിക്കൽ പോലും ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ നിന്റെ ബെഡിന് അടിയിൽ അത് വന്നു? അത് പറ, എങ്ങനെ വന്നു? എന്തായാലും റഹീം വരട്ടെ, അവന് ഇതൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഏതായാലും കണ്ണിന് കാഴ്ചയില്ലല്ലോ, ഭാര്യയുടെ ഈ ഒരു സ്വഭാവമെങ്കിലും ഒന്ന് കേട്ട് മനസ്സിലാക്കട്ടെ. എന്നാൽ പറഞ്ഞപ്പോൾ തന്നെ അതാ റഹീം അങ്ങോട്ട് വന്നു. എന്താ ഇവിടെ ഭയങ്കര ശബ്ദം, ഒച്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കണ്ണട വെച്ച് ചുറ്റുഭാഗത്തും നോക്കുകയാണ്. ഒന്നും അറിയുന്നില്ല, വെറും ഒരു ശബ്ദം മാത്രം. എൻ്റെ പൊന്നിക്കാക്ക, നിങ്ങൾക്ക് കേൾക്കണോ? പിന്നെ ഉമ്മാൻ്റെ മാല കാണാനില്ലാതായി, ഇതാ ഇക്കാൻ്റെ ബെഡിൻ്റെ ചോട്ടിൽ നിന്നാണ് കിട്ടിയത്. ഇപ്പോൾ മനസ്സിലായോ ആരാണ് മാല കൊണ്ടുവന്നിട്ടെന്ന്? ഇക്കാൻ്റെ വൈഫ് തന്നെ. ഇക്കാൻ്റെ വൈഫ് ഷാഹിനിയാണ് ഈ പണി ചെയ്തത്, അല്ലാതെ ഒരിക്കൽ പോലും
ഇവിടെ കൊണ്ടുവന്നിടൂലല്ലോ. എന്നാൽ ഷാഹിന കരഞ്ഞുകൊണ്ട്, ഇക്ക ഇല്ല, ഒരിക്കലുമില്ല, ഇവർ വെറുതെ പറയാണ്, എന്നെ കള്ളത്തിയാക്കാണ്, എന്നെ കള്ളിയാക്കാണ്. സാരമില്ല, ആ ഏതായാലും മാല കിട്ടിയല്ലോ അല്ലേ? ആ മാല കിട്ടി. ഏതായാലും എൻ്റെ പെണ്ണുങ്ങൾ കൊണ്ടുപോയി വിൽക്കാത്ത നന്നായി. അവളുടെ വീട്ടിൽ പോകുമ്പോഴേ അവിടെ പോയി വിറ്റിട്ട് അവരെ കടം വീട്ടാനായിരിക്കും. അല്ലാതെ ഇപ്പം എന്തിനാ ഇത്രയും വിലപിടിപ്പുള്ള മാല മോഷ്ടിക്കുന്നത്? കള്ളത്തി, ഇറക്കി വിടണമ്മ ഇവരെ. എന്നാൽ അവനൊന്നും മിണ്ടിയില്ല. ആ ഏതായാലും കിട്ടിയല്ലോ, അതും വലിയ ഒരു സന്തോഷം തന്നെയല്ലേ? ആ അതൊക്കെ തന്നെ. ഇനിയിപ്പോൾ ഇവിടെ വിശ്വസിച്ച് എന്ത് വെക്കാനാ, എന്ത് വെച്ച് പോകും? എന്നാൽ ഈ സമയം അതാ ഉമ്മയും പെങ്ങളും കൂടി പറയുന്നു, പിന്നെ ഇനിയിപ്പോൾ സ്വത്തൊക്കെ ഒരുപാടുണ്ട്, അവന് കിട്ടുന്ന അവൻ്റെ ഭാര്യയുടെ പേരിൽ കൂടി എഴുതി വെക്കണം എന്നാണ് ഉപ്പയുടെ വസിയത്ത്. അതുകൊണ്ട് നമുക്ക് അവളെ മെല്ലെ അങ്ങ് പറഞ്ഞേക്കാം. പിന്നെ നമുക്ക് അവനെ ഏതായാലും കണ്ണ് കാണൂല, പ്രമാണത്തിലൊക്കെ ഒപ്പിട്ട് നമുക്കതങ്ങ് നേടിയെടുക്കാം. അവന് കണ്ണ് കാണൂല, അവന് പോണേക്ക് പോട്ടെ. പിന്നെ ഇവളെ വെച്ചുകൊണ്ടുവന്നാൽ ഇവൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവും. അപ്പോൾ ഇവൾ അതൊക്കെ വായിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് കൂടെ അതിൻ്റെ അവകാശം നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനു മുമ്പ് അവളെ മെല്ലെ പറഞ്ഞു വിടണം, അതാണ് വേണ്ടത്. അങ്ങനെ അതാ അവർ ഷാഹിനയുടെ അരികിലെത്തുന്നു. ഷാഹിന, അനക്കെടുക്കാനുള്ളൊക്കെ എടുത്ത് ഈ ഇറങ്ങിക്കോ. ഇത്രയും വലിയ സ്വർണ്ണൊക്കെ ഈ മോഷ്ടിച്ച സ്ഥിതിക്ക് ഒരിക്കലും നിന്നെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല. നീ പോയിക്കോ, ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും അല്ലെങ്കിൽ. ഉമ്മ, ഞാൻ ഇനി എൻ്റെ വീട്ടിലേക്ക് പോയാൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്തിന്? നിന്നെ കാണുന്നതിനെ പേടിയാണ് ഞങ്ങൾക്ക്. ഇങ്ങനൊരു കരിമ്പൂതത്തിനെ എങ്ങനെ കാണാനാ? കയ്യായിട്ടാണ്, പേടിച്ചിട്ടാണ് ഞങ്ങൾക്ക്. നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്നാൽ അത് കേട്ട അവൾ വിതുമ്പി കരഞ്ഞു. വേഗം പൊയ്ക്കോ, പെട്ടിയൊക്കെ എടുത്തിട്ട് പൊയ്ക്കോ, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട്. എന്നാൽ അതാ അന്ധനായ റഹീം ഭർത്താവ് അങ്ങോട്ട് വരുന്നു. ഷാഹിന എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്? അതെ, ഓളോളെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ, ആരപ്പോ നോക്കാൻ, എനിക്കിവിടെ എങ്ങനെയും കഴിയാം. ഓളിതൊക്കെ ഓരോന്ന് കട്ടെടുക്കണം മോനെ. ഓരോന്ന് മോഷ്ടിച്ചാൽ എങ്ങനെ നമുക്ക് മനസ്സമാധാനത്തോടു കൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ കഴിയുക? ഓ, ഇങ്ങനെയുണ്ടെങ്കിൽ താഴത്തെ അലമാരയൊക്കെ നല്ലോണം പൂട്ടണം കേട്ടോ. ശരിക്കും അതാ അവളെ ഒരു കള്ളിയാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ അവൻ അതിന് മൗനം പാലിച്ചു. ഉമ്മ, മോനെ, നീ ഒന്നും പറയണ്ട ഇനി അതിനെക്കുറിച്ചൊന്നും. അവളെ വേഗം കണ്ട് തൊലാക്ക് ചെല്ലിയേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചോ, ഇവിടെ നിർത്തണ്ട കേട്ടോ. അപ്പോൾ എന്നെ നോക്കാൻ? നിന്നെ നോക്കാനിപ്പോൾ എന്താ? നിനക്കൊരു നേരത്തെ ഭക്ഷണം തരില്ല വേണ്ടത്, അതിവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മോനെ. അല്ലെങ്കിലുണ്ടല്ലോ, മോൻ്റെ സ്വത്തിൽ നിന്ന് അവൾ അവകാശം പിടിച്ചു കൊണ്ടുപോകും അവളുടെ വീട്ടിലേക്ക്. നിന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. കണ്ണില്ലാത്തവനല്ലേ, നിന്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനും അവൾ തയ്യാറായിരിക്കും. വെറുതെ വേണ്ടാത്തിന് നിൽക്കണ്ട. എന്നാൽ അതിനും അവൻ മൗനം പാലിച്ചു. അന്ന് രാത്രി ബെഡ്റൂമിൽ ഷാഹിനെ വിതുമ്പിക്കരയുകയായിരുന്നു. ഇക്ക, ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഇക്ക. അങ്ങക്ക് കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ അങ്ങ് കാണുമായിരുന്നില്ലേ ഇതൊക്കെ? ഞാനൊരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. മോളെ ഷാഹിന, നീ കരയണ്ട കേട്ടോ. നിനക്ക് ഞാനില്ല കൂടെ. ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും നിന്നെ ഞാൻ കൈവിടില്ല. പിന്നെ എന്നോട് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഉണ്ട് ഉമ്മ. എങ്ങോട്ട് പോകാൻ? എങ്ങോട്ടും പോകണ്ട, നീ ഇവിടെ തന്നെ നിൽക്കണം എൻ്റെ കൂടെ കേട്ടോ. ഇക്ക, ഞാൻ എൻ്റെ നിറം കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ നിറം കാണുന്നവരെല്ലാം എന്നെ വെറുക്കുന്നതാണ്. ഏയ്, ആര് പറഞ്ഞു? നീ കറുത്തതെന്നോ വെളുത്തതെന്നോ അതൊന്നും എനിക്ക് അറിഞ്ഞിട്ടോ ഇല്ലെങ്കിലുമല്ല, മനസ്സിലാണ് മോളെ സൗന്ദര്യം. നിൻ്റെ സൗന്ദര്യം മനസ്സിൻ്റെ സൗന്ദര്യം ഞാൻ കാണുന്നുണ്ട്. എന്നെ ഇത്രമാത്രം നീ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാമല്ലോ നിൻ്റെ സൗന്ദര്യം എത്രയാണെന്നുള്ളത്. ഒരിക്കൽ പോലും മരണം വരെ നിന്നെ ഞാൻ പിരിയില്ല. ഇക്ക, എന്നോട് പോകാൻ പറയുന്നുണ്ട് അവർ. ഒരിക്കലും നീ പോകരുത്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും. ഞാൻ നിൻ്റെ ഭർത്താവാണ്. എൻ്റെ വാക്ക് കേട്ട് നീ നിൽക്കണം ഇവിടെ. എന്തൊക്കെ തന്നെയാലും ഉമ്മയും പങ്ങളും മകൻ്റെ പേരിൽ പിതാവ് എഴുതി വെച്ച ആ ഒരു സ്വത്ത് കൈക്കലാക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. എങ്കിലും പിതാവ് എന്തിനാ അങ്ങനെ എഴുതിയത്? അവന് വിവാഹം കഴിച്ച ആ പെണ്ണിൻ്റെ പേരിലും കൂടി അവനക്കുള്ള സ്വത്ത് ആക്കി കൊടുക്കണമെന്ന് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മകളായി എനിക്കല്ലേ ഉമ്മ കിട്ടേണ്ടത്, എന്തിനാണ് അവളുടെ പേരിലാക്കി കൊടുക്കുന്നത്? എനിക്കറിയില്ല, അയാൾ എന്തൊക്കെ എഴുതി വെച്ച് പോയതാവോ. എന്താന്നില്ലേ, മകൾക്കും ഉമ്മാക്കൊക്കെ എഴുതി തന്നാൽ പോരെ? അല്ലെങ്കിൽ ഇപ്പോൾ
കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമക്കളുടെ പേരിലൊക്കെ ബാപ്പമാരുടെ സ്വത്ത് ആരെങ്കിലും എഴുതി കൊടുക്കോ? അയാൾ ബുദ്ധിയില്ലാത്തൊരു സാധനം തന്നെ. മരണപ്പെട്ടു പോയ പിതാവിനെ കുറിച്ച് ഉമ്മയും മോളും സംസാരിക്കുകയാണ്. എന്നാൽ അതാ ഉമ്മ പറയുന്നു, മോളെ, അവൻ്റെ ആധാരമുണ്ട്, അതെടുത്തിട്ട് നമുക്കതിന് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കുറച്ചുണ്ടാക്കണം. പിന്നെ അതിൽ സൈൻ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. അത് നമ്മളുടെ പേരിലാക്കണം. അവളെ ഇറക്കി വിടണം. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ അവൾ അത് സൈൻ ചെയ്യും. പിന്നെ അവളുടെ പേരിലായി കഴിഞ്ഞാലേ നമ്മളിവിടെ ഒരു പൊട്ടന്മാരായിരിക്കും. അവൻ്റെ പേരിൽ അത്രക്കും സ്വത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മളതിനേക്കാൾ ഏറെ അവൻക്കാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഉമ്മ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ബാപ്പയുടെ മോളല്ലേ, ഞാൻ വൈഫും അല്ലേ. പക്ഷേ ആണുങ്ങൾക്കാണ് കൂടുതൽ കൊടുക്കുക എന്നുള്ള നിയമം ഉണ്ടായത് കൊണ്ട് തന്നെ അത് അവൻ്റെ പേരിലാണ് കൂടുതൽ കിടക്കുന്നത്. അതൊക്കെ ഞാൻ അവൾക്ക് കിട്ടും. അതെനിക്ക് ഇഷ്ടമല്ല. അതെ, നമുക്കെന്തെങ്കിലും പണി ഒപ്പിക്കാം. എങ്ങനെയെങ്കിലും അവനെ കൊണ്ടങ്ങ് ഒപ്പിടിപ്പിക്കാം. കാരണം അവനതൊന്നും അറിയില്ലല്ലോ. അവന് കണ്ണ് കാണാതെ നിൽക്കല്ലേ. അങ്ങനെയതാ അവൻ്റെ അലമാര തുറന്ന് അതിലുള്ള ആധാരമെല്ലാം എടുത്ത് അവർ ഏതൊക്കെയോ ഓഫീസിലൊക്കെ പോയി. എന്നാൽ അവൻ്റെ സൈൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയും പെങ്ങളും അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ ഷാഹിന അത് കാണുന്നു. ഉമ്മ, എങ്ങോട്ടാ? ഒന്നുമില്ല, അത് ഞങ്ങളെ മകൻ്റെ പേരിൽ കുറച്ച് സ്ഥലമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുറച്ചും കൂടെ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നിനുമല്ല. അത് അവൻ്റെ ഒപ്പ് വേണം. അങ്ങനെയതാ അവർ രണ്ടുപേരും കണ്ണ് കാണാത്ത മകനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുവാൻ വേണ്ടി പോകുന്നു. അവൻ്റെ സമ്പത്തും സ്വത്തുമെല്ലാം അവർക്ക് ഏറ്റെടുക്കാൻ. കാരണം ഒരിക്കൽ പോലും ഷാഹിനക്കത് ലഭിക്കരുത് എന്ന വാശിയായിരുന്നു അവർക്കുണ്ടായത്. ഒപ്പിടിപ്പിക്കുവാൻ വേണ്ടി അതാ മകൻ്റെ അടുത്തെത്തി. മോനെ, പിന്നെ നിൻ്റെ ഒരു വിരലടയാളം വേണം, 1-2 അത് നമ്മൾ ആധാറിൻ്റെ ഇതിന് എന്തൊക്കെയോ വേണ്ടിയിട്ടൊക്കെ, പിന്നെ ലോക്ക് തുറക്കുക, അതിനൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആൺതരിയായിട്ടുള്ള നീ തന്നെയല്ലേ, നിൻ്റെ വിരലിങ്ങോട്ട് കാണിച്ച. എന്നാൽ ആ വിരൽ പിടിച്ചപ്പോഴേക്കും അവൻ അവിടെ പിടഞ്ഞ് ബോധരഹിതനായി വീഴുകയായിരുന്നു. ഇക്ക, എന്തു പറ്റി? ഷാഹിനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെ, അവൻ അവിടെ കിടന്ന് കുറച്ച് ഞാൻ ശരിയായിക്കോളും. നീ അവനെ താങ്ങാനൊന്നും പോകണ്ട. അവൻ്റെ വിരലിങ്ങോട്ട് പിടിച്ചാ വേണ്ട, നിങ്ങൾ ചെയ്യുന്ന ചതിയല്ലേ. ഇക്കയുടെ സ്വത്തൊക്കെ നിങ്ങളെ പേരിലാക്കാനാണോ നിങ്ങൾ നിൽക്കുന്നത്? അതിനെന്താടി? വന്ന് കയറിയവൾ അതിനെക്കുറിച്ച് ഒരു വാക്കും പറയണ്ട. എൻ്റെ ആങ്ങളിയുടെ സ്വത്ത് അവന് വേണ്ടി ഒന്നും കൂടെ കുറച്ചും കൂടെ എഴുതി കൊടുക്കുന്നതിലൊക്കെ നിനക്കെന്താ എത്ര വലിയത്? ഇത്ത, കണ്ണ് കാണില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചതി ചെയ്യാൻ പാടില്ല. ഓ അഹങ്കാരി, പോ അവിടുന്ന്. എന്തിനാ ഞങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നത് കറമ്പി? നിന്നെ കാണുന്നതന്നെ ഞങ്ങൾക്ക് പേടിയാണ്. ഇപ്പോഴവൾ സംസാരിക്കുന്ന കേട്ടില്ലേ? ഞങ്ങളെ പിതാവിൻ്റെ സ്വത്തിന് നീ എന്തിനാ അവകാശപ്പെടുന്നത്? ഇത്തത്ത, ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. കണ്ണിന് കാഴ്ചയില്ലാത്ത അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ കള്ളൊപ്പ് ഇടിയിപ്പിക്കല്ലേ ചെയ്യുന്നത്? കള്ളൊപ്പൊക്കല്ല, അവൻ്റെ ഒറിജിനൽ ഒപ്പ് തന്നെയാണ് ഇടുന്നത്. എന്നിട്ട് വേണം. അല്ലെങ്കിലേ അത് നീ അങ്ങ് കൊണ്ടുപോലായിരിക്കും സ്വത്ത്. ശരിക്കും അതാ അവൻ അതവിടെ നിന്ന് കേൾക്കുന്നു. അവൻ എഴുന്നേറ്റിരുന്നു. പാവം, തൻ്റെ ഭാര്യ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവളെ അവിടെ നിന്ന് ഇറക്കി വിടാനും നോക്കുന്നുണ്ട്. എൻ്റെ സ്വത്തും സമ്പത്തുമെല്ലാം കൈക്കലാക്കാൻ നിൽക്കുകയാണ് ഉമ്മയും പെങ്ങളും. എന്നാൽ അപ്പോഴേക്കും പെങ്ങൾ പ്രമാണത്തിൽ എഴുതി കൊണ്ടുവന്നിരുന്നു. മറ്റൊന്നുമല്ല, ആങ്ങളക്ക് കണ്ണിന് കാഴ്ച ശക്തിയില്ല. അവന് ഒരു കുടുംബം നോക്കുവാനും അല്ലെങ്കിൽ സ്വത്തും സമ്പത്തും നോക്കുവാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. ആങ്ങൾക്ക് സുഖമില്ലാത്ത സ്ഥിതിക്ക് പെങ്ങളായ ഞാനും ഉമ്മയും അവൻ്റെ ആ ഒരു സ്വത്തും സമ്പത്തുമെല്ലാം ഞങ്ങളുടെ പേരിൽ എഴുതി തരുവാൻ വേണ്ടിയിട്ടും ആവശ്യപ്പെടുകയാണ് എന്ന് ആങ്ങളയുടെ ഒപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിൽ ഒപ്പിടിപ്പിക്കുവാൻ വേണ്ടി വന്നത്. അതിൽ പ്രത്യേകമായി എഴുതിയിരുന്നു, അവന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണ് ആക്സിഡൻറ്റിൽ. അതുകൊണ്ട് അവൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുമാത്രമല്ല, ഭാര്യയായ സ്ത്രീ അവൾ ഏത് നിമിഷവും ഇറങ്ങിപ്പോകുവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്വന്തം ഉമ്മയും പെങ്ങളുമായ ഞങ്ങൾ ആ ഒരു സ്വത്തിന് അവകാശികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒപ്പിടിപ്പിക്കുവാൻ വേണ്ടി വന്ന സമയത്താണ് അവന് എന്തോ ഒരു പ്രയാസം അനുഭവപ്പെട്ട് അവിടെ വിറച്ച് വീണത്. ഷാഹിനക്ക് മനസ്സിലായി, എല്ലാം ചതിയാണ്. പാവം, എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ സ്വത്തെല്ലാം അവർ തട്ടിയെടുത്ത് എന്നെയും എൻ്റെ ഭർത്താവിനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാനായിരിക്കും അവരുടെ പ്ലാനിങ്. എന്നാൽ അവൾ കരഞ്ഞു പറഞ്ഞു, ഇക്ക, അത് നീ ക്ഷമിക്ക്, അതൊക്കെ ശരിയാവും. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളെ ഇറക്കി വിടാനൊക്കെ. എന്നിട്ട് നമ്മൾ തെരുവിൽ അലയുന്ന അവസ്ഥയായിരിക്കും.
അല്ലേ ഷാഹിന, നിനക്കറിയോ, എൻ്റെ പിതാവ് ഒരു കോടീശ്വരനായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് എൻ്റെ പിതാവിനുള്ളത്. ഉമ്മാക്കും പെങ്ങൾക്കും വേണ്ടി കൊടുത്തു. പക്ഷേ എനിക്കല്പം കൂടുതൽ തന്നു. അത് കാര്യം ഞാൻ അവരുടെ മകനായതുകൊണ്ടും അതുമാത്രമല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനും എനിക്ക് കിട്ടുന്നതിൽ നിന്ന് അതേ ഓഹരി അവൾക്കും കൊടുക്കണം എന്നും പിതാവിൻ്റെ വസിയത്തിൽ എഴുതിയിരുന്നു. അതാണ് അവർക്ക് ദേഷ്യം പിടിപ്പിച്ചത്. എന്തുകൊണ്ട് കയറി വന്ന പെണ്ണിന് അത് കൊടുക്കുന്നു എന്നാണ്. എന്നാൽ എൻ്റെ പിതാവ് വിചാരിച്ചത് ഞാൻ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളല്ലേ, അതുകൊണ്ട് എന്നെ നോക്കുന്ന ആ പെണ്ണിന് അതിന് പകരമായിട്ടാണ് അത് കൊടുക്കുന്നത്. എന്നെ സംരക്ഷിക്കുന്നതിന് പകരമായിട്ട് എൻ്റെ പിതാവ് അതാണ് വസിയത്തിൽ എഴുതിയിരിക്കുന്നത്. എൻ്റെ കണ്ണില്ലാത്ത മകനെ സംരക്ഷിക്കുന്ന ഏതൊരു ഭാര്യയാണെങ്കിലും അവൾക്ക് അതെ സ്വത്തിൽ നിന്ന് ഒരു അവകാശം അവൾക്കും കൊടുക്കണമെന്ന്. പക്ഷേ അതെൻ്റെ ഉമ്മാക്കും പെങ്ങൾക്കും പറ്റിയില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അന്ന് ഷാഹിന അടുക്കളപ്പണയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കണ്ണ് കാണാത്ത മകൻ മാത്രമാണ് റൂമിലുള്ളത്. പെങ്ങൾ അതാ പതുക്കെ അവൻ്റെ റൂമിലേക്ക് കയറി വന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രമാണങ്ങളെല്ലാം എടുത്തു. ഹോ, ഇന്ന് എന്തായാലും വേണ്ടിയില്ല, അതിൽ വ്യാജ ഒപ്പെങ്കിലും ഇടണം, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഒപ്പിടിപ്പിക്കണം, എന്നിട്ട് അത് എൻ്റെ പേരിലാക്കണം. അല്ലാതെ പറ്റില്ല. ആ കറമ്പിയുടെ പേരിൽ ഈ കണ്ട സ്വത്ത് മുഴുവനാക്കി കഴിഞ്ഞാലേ അയ്യേ നാണക്കേടായിരിക്കും. അങ്ങനെ അവളിങ്ങ് സുഖിക്കണ്ട. ആ ദരിദ്രവാസി അത്ര കോടീശ്വരിയാവണ്ട ഇപ്പോൾ. പിതാവിന് എന്തിൻ്റെ കേടാ? അങ്ങനെ അതാ ഷാഹിന അടുക്കളയിലായ സ്ഥിതിക്ക് പെങ്ങൾ പതുക്കെ റൂമിലേക്ക് കയറി വന്നു. അലമാര തുറന്ന് പ്രമാണങ്ങളെല്ലാം എടുത്തു. അവൻ്റെ കൈ പിടിച്ച് അവൾ ഒപ്പിടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അതാ അവളുടെ ആങ്ങള പറഞ്ഞു, അല്ല ഇത്താത്ത, എന്തിനു വേണ്ടിയിട്ടാണ് എന്നെക്കൊണ്ട് ഇത് ഒപ്പിടിപ്പിക്കുന്നത്? ആഹാ, നീ അറിഞ്ഞോ ഇത് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഒപ്പിടിപ്പിക്കുന്നതെന്ന്? അതെ, കറമ്പി പെണ്ണ് നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവൾ സ്വത്തും കൊണ്ട് പോകും. അത് ഒരിക്കലും പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് മോനെ അതെല്ലാം ഞങ്ങളുടെ പേരിൽ ആക്കി തരാൻ വേണ്ടി നിൽക്കുന്നത്. ഇത്താത്ത പ്ലീസ്, അത് വേണ്ട. അവൾക്കുള്ള സ്വത്ത് ഒരിക്കൽ പോലും നിങ്ങൾ എടുക്കാൻ പാടില്ല. അത് പിതാവ് അവൾക്ക് വേണ്ടി കൂടി എഴുതി വെച്ചതാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇല്ല, ചെയ്യുന്നില്ല. വെറുതെ ഒന്ന് ഒരു കടലാസിൽ ഒപ്പിടിപ്പിക്കണം മോനെ. പ്രമാണത്തിലൊന്നല്ലത് കണ്ട വെറും ഒരു കടലാസാണ്. ഇനി വല്ല ആവശ്യങ്ങളും വന്നാലോ എന്ന് കരുതിയിട്ട്. എന്നാൽ അയാൾ കൈ വലിക്കുകയായിരുന്നു ചെയ്തത്. എന്താടാ, നിനക്ക് കണ്ണ് കാണുന്നുണ്ടോ? ഇല്ല, അത് പിന്നെ എന്താ നീ കൈവലിച്ചത്? ഞാൻ ഏത് പേപ്പർ എടുത്തതെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല, എങ്ങനെ കണ്ണ് കാണാതെ? ഷാഹിനയോടൊരു വാക്ക് ചോദിക്കാതെ നിങ്ങളിത് ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ. ഇങ്ങനെ പാടില്ല. അപ്പോഴേക്കും ഉമ്മയും ആ റൂമിലേക്ക് കടന്നു വന്നു. എന്താ ഇവിടെ? ആ, അതേതായാലും നന്നായി. പിന്നെ ഷാഹിന് വരുമ്പോഴേക്ക് വേഗം ഇടുപെണ്ണേ, അവള് കണ്ടുപിടിച്ച് അവന് പറഞ്ഞു കൊടുക്കും. ഉമ്മ സ്വകാര്യം പറഞ്ഞു. എന്നാൽ അതാ ഒന്നും മിണ്ടാത്ത രീതിയിൽ അവർ അത് അവനെക്കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നു. കണ്ണ് കാണാത്ത അവനെ കൊണ്ട്. സന്തോഷത്തോടെ അവർ താഴോട്ടിറങ്ങിപ്പോയി. ഹോ, എന്തൊക്കെ തന്നെയായാലും കിട്ടാനുള്ള കിട്ടി. ഇനി കറമ്പി പോയിക്കോളും, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. ഹോ, എത്ര കോടിയുടെ സ്വത്ത് മുതലുണ്ടെന്നോ. എന്നാൽ പിറ്റേ ദിവസം തന്നെ അതാ അവരുടെ വീട്ടിലേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നു. അതെ, ഇവിടെയുള്ള സ്വത്തവകാശത്തിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഭർത്താവ് ഇവിടെ എഴുതി വെച്ച് പോയ പ്രമാണം അതൊന്ന് റെക്കോർഡ് ചെയ്തിട്ടും ഒന്ന് ഞങ്ങളുടെ കൈകളിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നേരിട്ടുള്ള രേഖ നോട്ടീസുമുണ്ട്. അത് സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാൽ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ആ ഉമ്മയും പെങ്ങളും ശരിക്കും ഞെട്ടി. എന്ത് നിങ്ങളീ പറയുന്നത്? അതെ, ഞങ്ങളെ ഇവിടുത്തെ മോൻക്ക് കണ്ണിന് കാഴ്ചയില്ല. അത് കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഭാര്യ അവൻ്റെ സ്വത്തെല്ലാം തട്ടിക്കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ഞങ്ങളുടെ പേരിലേക്ക് എഴുതി വാങ്ങുവാൻ വേണ്ടി അവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, അങ്ങനെയാണല്ലേ. അതിന് നിങ്ങളെന്താ ഇങ്ങനെ ഞങ്ങളെ തിരിഞ്ഞു വന്നിട്ടുള്ളത്? അത് ഞങ്ങളുടെ ആങ്ങളുടെ സ്വത്താണ്. അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക്? അതവൻ്റെ ഭാര്യയ്ക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ, പിന്നെ എങ്ങനെ നിങ്ങളതിങ്ങനെ എടുക്കും ഒറ്റയ്ക്ക്? ഇതാ കണ്ടില്ലേ, നിങ്ങളുടെ പിതാവ് പറഞ്ഞ ആ ഒരു ശബ്ദരേഖയുണ്ട് ഇതിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടിത്. അപ്പോൾ തന്നെ അതാ അദ്ദേഹം അത് കേൾപ്പിച്ചു കൊടുത്തു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ
ശരിക്കും അവർ ഞെട്ടി. അതെ, മകൻ്റെ ഭാര്യയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ലല്ലോ. നിങ്ങളെല്ലാം നിങ്ങളുടെ പേരിലാക്കുവാനല്ലേ നിന്നത്. അതെന്തുകൊണ്ടാ അങ്ങനെ? അതെ റഹീം, അതായത് എൻ്റെ ആങ്ങള, ഉമ്മയുടെ മകൻ ആണ് അങ്ങനെ പറഞ്ഞത്. അവൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളും, അത് ഒപ്പ് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞ് അവൻ തന്നെയാണ് ഒപ്പിട്ട് തന്നത്, അല്ലാതെ ഞങ്ങളൊന്നുമല്ല ഒരിക്കൽ പോലും. എന്നാൽ പെട്ടെന്ന് അതാ റഹീം കണ്ണട മാറ്റി ചിരിച്ചുകൊണ്ട് വന്നു. ഓ, അപ്പം അങ്ങനെയാണല്ലേ. ശരിക്കും അതാ ആ കണ്ണുകൾ കൊണ്ട് അവരെ നോക്കുന്നത് കണ്ട് അവരെല്ലാം ഒന്ന് ഞെട്ടി. ഏ, അപ്പം റഹീം, നിനക്ക് കാഴ്ചയുണ്ടായിരുന്നോ? സ്വർണ്ണമാല ബെഡിനടിയിൽ കൊണ്ടുപോയി വെച്ചതും അത് ഷാഹിനിയുടെ മേലേക്കിട്ടതും പിന്നെ പ്രമാണത്തിൽ ഒപ്പിടുവാൻ വേണ്ടിയിട്ട് പെങ്ങൾ റൂമിലേക്ക് വന്നതും എൻ്റെ വിരൽ പിടിച്ച് വെറുതെ ഒരു കടലാസിൽ ഒപ്പിടിപ്പിക്കുകയാണെന്ന് പറഞ്ഞതും അതൊന്നും ഞാൻ കണ്ടിട്ടേയില്ല. അല്ല, അപ്പം നീ ആക്സിഡൻറ്റിൽ നിന്റെ കണ്ണ് നഷ്ടപ്പെട്ടതല്ലായിരുന്നോ? അതെ, അതിനു മുമ്പേ എൻ്റെ പേരിൽ പിതാവ് സ്വത്ത് എഴുതി വച്ചിരുന്നു. അതെ, അത് അവൻ്റെ ഭാര്യയ്ക്ക് കൂടി അവകാശപ്പെട്ടതാവണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് എനിക്ക് ആക്സിഡൻറ്റിൽ തികച്ചും കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്നാൽ പിന്നീട് ഡോക്ടർ പറഞ്ഞു കാഴ്ച തിരിച്ചു കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ അപ്പോഴേക്കും ഇവിടെ കരു നീക്കിയിരുന്നു. അവനേതായാലും കാഴ്ച നഷ്ടപ്പെട്ടതല്ലേ, ഇനി അവനതൊന്നും അറിയില്ല. ഒരിക്കൽ പോലും അവൻ്റെ ഭാര്യയ്ക്ക് സ്വത്ത് കൊടുക്കരുത് എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അന്നു മുതൽ ഞാൻ അഭിനയിച്ചു. എനിക്കൊരിക്കലും കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് കരുതി. അതെ, എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുകയായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അല്പം അഭിനയിക്കുകയായിരുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട്. പാവം ഷാഹിനയെ 9 പവൻ്റെ മാല കാണാനില്ല എന്നതിൻ്റെ പേരിൽ വെറുതെ കള്ളത്തിയാക്കി. വീട്ടിലെ കടം വീട്ടാറെന്ന് പറഞ്ഞ് നിങ്ങൾ അവൾ ഒരുപാട് വിഷമിപ്പിച്ചു. അതൊക്കെ ഞാൻ കണ്ടില്ല എന്നാണോ? അതെ, അവൾ മാല കൊണ്ടുവന്ന് ബെഡിനടിയിൽ വെച്ച സമയത്ത് ഞാൻ ആ റൂമിലുണ്ടായിരുന്നു. കാര്യം ഞാൻ കണ്ണുപൊട്ടനല്ലേ, ഞാൻ കാണില്ലല്ലോ. അതായിരിക്കും പെങ്ങൾ വിശ്വസിച്ചത്. ബെഡിനിടയിൽ അവൾ വെച്ചതും റൂമാകെ അവൾ തിരയുന്നത് പോലെ അഭിനയിച്ചതും അതെല്ലാം ഞാൻ കണ്ടത് തന്നെയാണ്. ശരിക്കും എല്ലാ റൂമിലും പോയി കരഞ്ഞതും നിലവിളിച്ചതും, എന്നിട്ട് അവസാനമായി ഉമ്മ ആ റൂം കൂടെ പോയി ഒന്ന് ചെക്ക് ചെയ്യൂ ഉമ്മ എന്ന് പറഞ്ഞ് അവൾ വന്ന് അലമാര തുറന്നതും ബെഡ് പൊക്കി മാല എടുത്തതും അവൾ ഷാഹിനെ കുറ്റപ്പെടുത്തിയതും എല്ലാം അതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അഭിനയിക്കുകയായിരുന്നു. നിങ്ങളുടെ സ്വത്തിനോടുള്ള ആർത്തി എത്രത്തോളം എന്നറിയുവാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, എൻ്റെയും ഇവളുടെയും പേരിലുള്ള സ്വത്ത് പിതാവ് എനിക്ക് എഴുതി തന്നത് നിങ്ങളുടെ പേരിലാക്കാനുള്ള തത്രപ്പാടും. അതുമാത്രമല്ല, അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനും. ഹേയ് ഉമ്മ, ഒരിക്കലും ഞാൻ ഇവളെ പറഞ്ഞു വിടില്ല. മരിക്കുവോളം ഇവൾ എൻ്റെ നെഞ്ചോട് ചേർന്നുണ്ടാവും. കാരണം അത്രയ്ക്ക് നല്ല പെൺകുട്ടിയാണ് അവളെ, നിഷ്കളങ്കമായ പെൺകുട്ടി. നിങ്ങൾ അവളെ ഒരുപാട് പല രീതിയിലും കള്ളിയാക്കാൻ ശ്രമിച്ചോ, കുറ്റപ്പെടുത്താൻ ശ്രമിച്ചോ, പക്ഷേ എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. സ്നേഹത്തോടെ അതാ ഷാഹിനയെ അവൻ നെഞ്ചോട് ചേർത്തു. ഉമ്മയുടെയും പെങ്ങളുടെയും മുമ്പിൽ വെച്ച് തന്നെ. അവർക്ക് വല്ലാത്ത അസൂയ. എന്നാൽ ഈ സമയം പോലീസ് പറഞ്ഞു, നിങ്ങൾ ചെയ്ത ഈ ഒരു തെറ്റുകൾ ഒരാളുടെ പേരിൽ മോഷണക്കുറ്റം ചുമത്തി. അതുമാത്രമല്ല, നിങ്ങളുടെ പേരിൽ അവരുടെ സ്വത്ത് കൈക്കലാക്കാനും കള്ളത്തരത്തിലൂടെ ശ്രമിച്ചു. അതുകൊണ്ട് 2 പേരും ജീപ്പിലോട്ട് കയറി. ശരിക്കും അവർ പേടിച്ച് വിറച്ചു. മോനെ, എടാ, ഞങ്ങളെ കൊണ്ടുപോവേ. ഉമ്മ, നിങ്ങൾ എത്ര ഉപദ്രവിച്ചവളെ, എത്ര ചീത്ത പറഞ്ഞു, എത്രമാത്രം മോഷണങ്ങൾ അവളുടെ മേലിൽ ചുമത്തി. ഇതിനൊക്കെ പിന്നെ എന്ത് ശിക്ഷയാണ് ഞാൻ തരിക? എനിക്കൊന്നും തരാൻ പറ്റില്ല, അത് അവർ തന്നോളും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളി, അല്ലാതെ. എന്നാൽ പെട്ടെന്ന് പോലീസ് പറഞ്ഞു, ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ഞങ്ങൾ വെറുതെ വിടാറില്ല. അവരെ ശിക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറക്കാം. അവർ 2 പേരെയും അതാ പോലീസ് കൊണ്ടുപോകുന്നു. ഉമ്മയും പെങ്ങളും കരഞ്ഞു പറഞ്ഞു, മോനെ, ഞങ്ങളെ ഇല്ല, നിങ്ങൾ ഒരുപാട് ആ പെൺകുട്ടിയെ വേദനിപ്പിച്ചതാണ്. ആ പെൺകുട്ടി പാവമായിരുന്നു. ആ പെൺകുട്ടിയുടെ സ്വത്തും എല്ലാം തട്ടിയെടുത്ത് നിങ്ങൾ സുഖമായി ജീവിക്കാനായിരുന്നു പ്ലാന്. ഇനി നിങ്ങൾ കുറച്ച് ജയിലിൽ കിടക്ക്. ശരിക്കും അവൻക്ക് അതാണ് പറയാനുണ്ടായിരുന്നത്. പോലീസും അത് ശരിവെക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ഷാഹിനയെ അവൻ വളരെയധികം സ്നേഹത്തോടു കൂടി നെഞ്ചോട് ചേർത്തു. അതെ, ശരിക്കും അവൾ അയാളുടെ കണ്ണുകൾ കണ്ട് കരഞ്ഞു. ഇത്രയും കറുത്ത എന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? അതെ, കണ്ണ് കാണുന്നുണ്ടല്ലേ? അതെ മോളെ, കണ്ണ് കാണുന്നുണ്ട്. പക്ഷേ നിൻ്റെ തൊലിവെളുപ്പല്ല എൻ്റെ കണ്ണിലുള്ളത്, നിൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് എനിക്കുള്ളത്. ഉമ്മയും പെങ്ങളും കുറച്ച് ദിവസം അവിടെ ജയിലിൽ കിടക്കട്ടെ,
അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അതിവിടെ എല്ലാം ഞാൻ കണ്ട് മനസ്സിലാക്കി. കാരണം പെങ്ങൾ ആ മാല കൊണ്ടുവന്നിട്ടതൊക്കെ എൻ്റെ നെഞ്ച് പിടക്കായിരുന്നു. പക്ഷേ അവരുടെ മുമ്പിൽ ഞാൻ അഭിനയിക്കുകയായിരുന്നു. ശരിക്കും ഷാഹിനക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പഠിച്ചോനെ, ഇത്രയ്ക്കും എന്നെ സ്നേഹിക്കുന്നൊരു ഭർത്താവ്. ഞാൻ വിചാരിച്ച് കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് എന്നോട് സ്നേഹമെന്ന്. പക്ഷേ കണ്ണിന് കാഴ്ചയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹമാണ് യഥാർത്ഥ ഒരു മനുഷ്യൻ. ഷാഹി, മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എൻ്റെ പ്രിയപ്പെട്ടവൾ നീ തന്നെയാണ്. എന്നാൽ അതാ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവൾക്ക് വല്ലാത്ത തലകറക്കവും ഛർദിയും അനുഭവപ്പെടുന്നു. അവർ സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിൽ പോയി. അതാ ആ തറവാട്ടിലേക്ക് ഒരു കുഞ്ഞു വരുന്നു. ഉമ്മയും പെങ്ങളും ജയിലിൽ തന്നെ. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞു. അതാ അവൾ സുന്ദരനായ ഒരു പൊന്നുമോന് ജന്മം നൽകുന്നു. അത്യധികം സുന്ദരനായ ഒരു ആൺകുട്ടി. ശരിക്കും എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത്രയും കറമ്പി പെണ്ണായ ഇവളെങ്ങനെ ഇത്രയും മനോഹരമായൊരു കുഞ്ഞിന് ജന്മം നൽകി എന്ന കാര്യത്തിൽ. എന്നാൽ എല്ലാവരോടുമായി അവൻ പറഞ്ഞു, ഒരിക്കലും തൊലിവെളുപ്പിലല്ല സൗന്ദര്യം, മനസ്സിൻ്റെ സൗന്ദര്യമാണ്. എൻ്റെ ഭാര്യ ഷാഹിനക്കതുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, അവൾക്ക് പിറന്ന കുഞ്ഞ്, സുന്ദരനായ ഒരു കുഞ്ഞ്. അവളുടെ മനസ്സിൻ്റെ തെളിച്ചമാണ് ഇത്. എന്നാൽ വൈകാതെ തന്നെ അവളുടെ സന്തോഷവും അവിടെ ആ കുഞ്ഞുമായുള്ള കളിക്കൊഞ്ചലും എല്ലാം കൂടി അവിടെ സുഖസുന്ദരമായ ജീവിതം അവൾ നയിച്ചു തുടങ്ങി. എന്നാൽ അധികം വൈകാതെ തന്നെ അവളുടെ സൗന്ദര്യത്തിലെല്ലാം നല്ല മാറ്റം വന്നു തുടങ്ങി. പ്രസവിച്ചതോടുകൂടെ അവൾ ശരിക്കും നല്ലൊരു സുന്ദരി പെണ്ണായി മാറി. പലരും കറുത്തവളെന്നും വിരൂപിയെന്നും പറഞ്ഞ ആ പെൺകുട്ടി ഇപ്പോൾ നല്ലൊരു സുന്ദരി പെണ്ണ്. എന്നാൽ അപ്പോഴും അവൻ പറഞ്ഞു, നിന്റെ മനസ്സിൻ്റെ സൗന്ദര്യം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഒരിക്കൽ പോലും ഞാൻ നിന്റെ പുറമേയുള്ള സൗന്ദര്യമല്ല. എങ്കിലും ഇപ്പോൾ ഷാഹിന, നീ ഇപ്പോൾ പുറമേയും വളരെയധികം സുന്ദരിയായി കഴിഞ്ഞു. സന്തോഷത്തോടെ അവർ അവിടെ കഴിയുകയാണ്. ശിക്ഷ കഴിഞ്ഞ് ഉമ്മയും പെങ്ങളും വീട്ടിലേക്ക് വരുന്നു. അവർ പറയുന്നു, ഞങ്ങൾക്കൊന്നും വേണ്ട, ഇവിടെ ഒരു വേലക്കാരികളായിട്ടെങ്കിലും നിങ്ങൾ ഞങ്ങളെ നോക്കണം. എന്നാൽ ഷാഹിന എന്ന നല്ലവൾ, ഉമ്മ എഴുന്നേൽക്കൂ, നിങ്ങൾ ഇത്രമാത്രം വിഷമിക്കല്ലേ. ഇത്താത്ത വരി, ഇവിടെ ഇരിക്കേ. നിങ്ങൾ എൻ്റെ പെങ്ങളും ഉമ്മയുമാണ്, എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെയും. അതുകൊണ്ട് തന്നെ സുഖസുന്ദരമായി ഇവിടെ കഴിയണം. ഞാൻ നിങ്ങളെ നോക്കും. എന്താ ഷാഹിനയുടെ ആ നല്ലൊരു മനസ്സ് അവർ കാണാതെ പോയി അന്ന്. എന്നാൽ ഇപ്പോഴാണ് അവർക്കതെല്ലാം മനസ്സിലായത്. എന്നാൽ ശരിക്കും ഉമ്മയോട് പെങ്ങൾ പറഞ്ഞു, ഉമ്മ, ആ ഷാഹിനയല്ലേ ഇത്? സുന്ദരനായൊരു കുഞ്ഞിനെയും പിടിച്ച് നിൽക്കുന്ന ഈ സുന്ദരി പെണ്ണ്. എന്നാൽ അവർ പറഞ്ഞു, അതേ മോളെ, നമ്മളൊക്കെ തൊലിവെളുപ്പാണ് നോക്കിയത്, അവളുടെ മനസ്സിൻ്റെ സൗന്ദര്യം നമ്മൾ നോക്കിയില്ല. ആ കുഞ്ഞിനെ നമുക്കൊന്ന് എടുക്കുവാൻ തരുമോ? ഉമ്മയും പെങ്ങളും വിചാരിച്ചു. എന്നാൽ ഷാഹിന കുഞ്ഞിനെയും കൊണ്ട് ഉമ്മയുടെ അരികിലെത്തി. മോനെ, ഇതാണ് ഉമ്മമ്മ, ഇതാണ് അമ്മായി ട്ടോ. സ്നേഹത്തോടെ പൊന്നു മോനോട് അവൾ പരിചയപ്പെടുക്കുന്ന രീതിയിൽ ആ പിഞ്ചു കുഞ്ഞിനെ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഉമ്മ കരഞ്ഞു. പെങ്ങളും, ഞങ്ങളോട് ക്ഷമിക്കണം, നിന്നെ ഒരുപാട് ഞങ്ങൾ കുറ്റപ്പെടുത്തി, നിന്നെ ഒരുപാട് ഞങ്ങൾ വിഷമിപ്പിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണം മോളെ. ഒരിക്കൽ പോലും ഞങ്ങൾ ഇനി നിന്നെ ഒന്നും പറയില്ല. ഉമ്മ, സാരമില്ല മോളെ, ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് ഞാൻ ജീവിച്ചോളാം. കാരണം ഞങ്ങൾ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചു, അതുകൊണ്ടാണ്. പെങ്ങൾക്കും നല്ല സങ്കടം. അവൾ മാപ്പ് പറഞ്ഞു. ഷാഹിന, എന്നോട് ക്ഷമിക്കണടി, ഒരുപാട് കള്ളത്തരങ്ങൾ എൻ്റെ പേരിൽ കെട്ടിവെക്കാൻ ഞാൻ അങ്ങനെ ചെയ്തു. എന്ത് ചെയ്യാം, എൻ്റെ ആങ്ങളൊക്കെ കണ്ണിന് കാഴ്ചയുണ്ടെന്നുള്ള കാര്യം അവൻ പറഞ്ഞില്ലല്ലോ. ഉമ്മയും പറഞ്ഞു, മോൾ ഒരുപാട് ഉപദ്രവിച്ചതാണ്, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല മോളെ. ഈ സുന്ദരനായ കുഞ്ഞിനെ പ്രസവിച്ച നീ വല്ലാത്തൊരു സുന്ദരി തന്നെയാണ്. സന്തോഷത്തോടെ ഷാഹിന അവരെ സ്വീകരിച്ചു. കുഞ്ഞിനെയും അവർക്ക് നൽകി. സന്തോഷത്തോടു കൂടെ ഉമ്മയും പെങ്ങളും അവളും ഭർത്താവുമായിട്ട് നല്ല സുഖസുന്ദരമായ ഒരു ജീവിതം അവരുടെ വീട്ടിൽ അവർ കഴിച്ചു കൂട്ടുന്നു. ഷാഹിനയുടെ മനസ്സിൻ്റെ ശുദ്ധി, മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഇതിനെല്ലാം കാരണം. ആ ഉമ്മയും പെങ്ങളും ഒരുപാട് മാപ്പ് പറഞ്ഞു അവളോട്. ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റില്ല, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, പഴയതൊന്നും ഓർക്കണ്ട, അതൊക്കെ കഴിഞ്ഞു പോയ കാലമല്ലേ, ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടരാം, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. റഹീം ആ ഒരു സ്നേഹം കണ്ട് സന്തോഷിച്ചു. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ്, എൻ്റെ ഭാര്യ, അവളുടെ മനസ്സും ശരീരവും ശുദ്ധമാണ്, ശുദ്ധയായ പെണ്ണാണ് അവൾ. അതുകൊണ്ടാണ് ഈ കുടുംബം ഇത്രയധികം നല്ല രീതിയിൽ
വീണ്ടും ഒരുമിച്ചത്. അവൻ ദൈവത്തെ സ്തുതിച്ചു. വെറും തൊലിവെളുപ്പിൽ അല്ല, മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത് എന്ന് നമ്മുടെ ഷാഹിന ഇവിടെ പഠിപ്പിക്കുന്നു. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.